പൾമണറി എഡിമ അല്ലെങ്കിൽ പൾമണറി കൺജഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാം. പൾമണറി എഡിമ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ശ്വാസകോശത്തിലെ ടിഷ്യൂസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ എയർ സ്പേസസിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് നിൽക്കുന്നതിനെയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഫ്ലഡ് ഉണ്ടാവുക, ഒരു വെള്ളപ്പൊക്കം. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നടക്കുന്ന ഗ്യാസ് എക്സ്ചേഞ്ച് നമ്മുടെ ലങ്സിൽ വെച്ചിട്ട് നടക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവും. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ അവർ ശ്വാസം എടുക്കുന്നതിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരും. എസ്പെഷ്യലി അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ശരീരത്തിന് അതനുസരിച്ച് ഓക്സിജൻ ആവശ്യമാണ്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻ എത്തിയാൽ പോലും അവിടുന്ന് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് അത് വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു കംഫർട്ട് സോണ് അവിടെ ഇല്ലാതെ പോകും. എന്തുകൊണ്ട്? എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അക്യുമുലേഷൻ കൊണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയും, അതായത് ഹൈപ്പോക്സീമിയ ഉണ്ടാകും. അങ്ങനെ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകും. ഇതാണ് പൾമണറി എഡിമ. ഇനി പൾമണറി എഡിമയുടെ കോസസിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. പൾമണറി എഡിമയുടെ കോസസ് മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. നമ്പർ 1 is cardiogenic, നമ്പർ 2 is നോൺ കാർഡിയോജനിക്. അപ്പം കാർഡിയോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുവരുന്നതാണ് കാർഡിയോജനിക് പൾമണറി എഡിമ. ഇനി അതേപോലെ തന്നെ നോൺ കാർഡിയോജനിക് ആയിട്ടുള്ള കോസസ് കൊണ്ടും പൾമണറി എഡിമ. കാർഡിയോജനിക്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ, അതേപോലെ തന്നെ നമ്മുടെ മിട്രൽ വാൽവ് ഡിസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാർഡിയോജനിക് കോസസിൽ വരുന്നത്. അതേസമയം നോൺ കാർഡിയോജനിക് കോസസിൽ വരുന്നതാണ് ഇപ്പം പൾമണറി ബ്ലഡ് ക്യാപ്പിലറീസിലോ അല്ലെങ്കിൽ മെംബ്രെയിൻസിനോ, അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാമേജസ് വരിക, ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് വരിക, ഇനി എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്യാസസ് ഒക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാവുക, എന്ത് കാര്യങ്ങളൊക്കെയാണ് എന്ത് വരിക നോൺ കാർഡിയോജനിക് കോസസിൽ വരിക. ഇനി പൾമണറി എഡിമയുടെ സിംറ്റംസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. പേഷ്യൻ്റ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരിപ്പം ജസ്റ്റ് ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അറ്റ് റെസ്റ്റ് തന്നെ അവർക്ക് ബ്രീത്ത് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കിഡ്നിക്കായിട്ട് വരിക, ഡീപ് ബ്രീത്തിങ്ങിന് പകരം ഷോർട്ട് ബ്രീത്ത് ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ. പിന്നെ കഫിങ് ഓഫ് ബ്ലഡ് ഓഫ് ഫ്രോത്തി മ്യൂക്കസ് ഔട്ട് ചെയ്യുക, കൂടുതലും കാർഡിയോജനിക് കോസസിലാണ് വരുന്നത്. പിന്നെ വീസിങ് ഉണ്ടാവും പേഷ്യൻറ്റിന്, ഗ്യാസ്പിംഗ് ഓഫ് എയർ, അതായത് ഈവൻ ദോ അവർക്ക് എയർ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ എയർ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ലങ്സിലില്ല. അപ്പം പക്ഷെ നമ്മുടെ ബോഡിക്ക് എയർ ആവശ്യമാണ്. എയർ മീൻസ് ഓക്സിജൻ ആവശ്യമാണ്. ഇപ്പോൾ ആ ഒരു ഡ്രൈവിനനുസരിച്ച് നമ്മുടെ ബോഡി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് എയറിന് വേണ്ടിയിട്ട് ഗ്യാസ്പ് ചെയ്യാൻ തുടങ്ങും. ചെസ്റ്റ് ടൈറ്റ്നസ് ഓർ പെയിൻ ബിക്കോസ് ദേ സ്ട്രഗ്ലിംഗ് ടു ബ്രീത്ത്. അപ്പം ആ ഒരു എഫേർട്ട് കൊണ്ട്, ഇനി അഥവാ കാർഡിയോജനിക് കോസസ് കൊണ്ടാണെങ്കിൽ അതുകൊണ്ടും എന്തുണ്ടാവാം, ചെസ്റ്റ്. ഇനി നമ്മൾ ഡയഗ്നോസിസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ആദ്യം ചെയ്യും, അതിനുശേഷം നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കിയാൽ ഏകദേശം നമ്മുടെ ലങ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം, ECG എടുക്കാം, കാർഡിയോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും കോസ് ഉണ്ടോ എന്നൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ
അഡീഷണൽ ആയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ കണ്ടീഷന് റിലവൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, എസ്പെഷ്യലി BNB അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് പൾമണറി എഡിമ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ പൾമണറി എഡിമയുടെ മാനേജ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, പൾമണറി എഡിമ എപ്പോഴും നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ, അതായത് നമുക്കൊരു ICU SOS ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം ഇത്തരം പേഷ്യൻസ് വേണമെങ്കിൽ ഓൾ ഓഫ് എ സഡൻ അവർ ഡിറ്റോറിയേറ്റ് ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർവേ സപ്പോർട്ട് ആവശ്യമായി വന്നേക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ഇൻ കേസ് പേഷ്യൻ്റ് ഡിറ്റോറിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ICU സെറ്റപ്പിലേക്ക് ഓൾ ഓഫ് എ സഡൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അവർക്ക് ഏറ്റവും പ്രൈമറി ആയിട്ട് അവർക്ക് വേണ്ടത് ഓക്സിജൻ ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പേഷ്യൻറ്റിന് ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അപ്പം മേ ബി സിമ്പിൾ ആയിട്ടുള്ള ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ്സ് ലൈക്ക് സിമ്പിൾ ഫേസ് മാസ്ക്, അതേപോലെ തന്നെ നഴ്സൽ കാനുല, ഇതൊക്കെ വെച്ച് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കും. പേഷ്യൻ്റ് ബെറ്റർ ആണ് അല്ലെങ്കിൽ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ NIV, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർവേ സപ്പോർട്ട് ലൈക്ക് വെന്റിലേറ്റർ അങ്ങനെയുള്ള ഓപ്ഷൻസിലേക്കൊക്കെ നമ്മൾ പോകും. അതേപോലെ തന്നെ ഈ NIVക്ക് മറ്റൊരു ഉപകാരം കൂടി ഉള്ളത്, നമ്മൾ നമ്മുടെ ലങ്സിലോട്ട് ഒരു പോസിറ്റീവ് പ്രഷർ കൊടുത്തിട്ട് ഈ ഫ്ലൂയിഡ്സിനെ എല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി ഒരു സ്പീഡി റിക്കവറിക്ക് പൾമണറി എഡിമയുടെ കേസിൽ ബൈപ്പാപ്പ് അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് മെഷീൻസ് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്, ഇത്തരം പേഷ്യൻസിന് എപ്പോൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു ICU അഡ്മിഷൻ ആവശ്യമായി വന്നേക്കാം. സോ ഈ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളിടത്തോട്ട് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ്. ഇനി പേഷ്യൻറ്റിന് ഇപ്പോൾ നമുക്ക് ഒരു പേറ്റൻ്റ് ആയിട്ടുള്ള എയർവേ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രക്കിൽ കൂടി ഡയറക്റ്റോ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ വെന്റിലേറ്റർ വഴിയോ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ എയർവേ എസ്റ്റാബ്ലിഷ് ചെയ്യുക, പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഹെൽപ്പ് ചെയ്യുക, ഓക്സിജനേഷൻ എൻഷുർ ചെയ്യുക. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കാർഡിയക് അറസ്റ്റിലേക്ക് ലീഡ് ചെയ്തേക്കാവുന്ന അത്രയും ലീതൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്കറിയാം നമ്മുടെ ലങ്സിൽ അങ്ങനെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയൂററ്റിക്സ് അല്ലെങ്കിൽ എന്താ പറയുക വാട്ടർ ഇഞ്ചെക്ഷൻസ് നമുക്ക് എസ്പെഷ്യലി നമ്മൾ ലാസിക്സ് ആണ് ലൂപ്പ് ഡയവർട്ടിക് ആയിട്ട് നമുക്ക് പൾമണറി എഡിമയുടെ കേസിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഡയവർട്ടിക്സ് കൊടുത്തിട്ട് നമ്മൾ പേഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക, പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് എത്രത്തോളം വെള്ളം പോകുന്നുണ്ടെന്ന് അളക്കുക, അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എത്രത്തോളം പേഷ്യൻ്റ് കുടിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഫ്ലൂയിഡ്സ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ നമ്മുടെ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക, ഡയബറ്റിക്സ് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ സർട്ടൻ മെഡിക്കേഷൻസ്, ഇപ്പം എലാസ്റ്റിക്സ് അല്ലാതെ മറ്റ് മെഡിക്കേഷൻസ് ഉണ്ടാവും, കാർഡിയക് മെഡിക്കേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാർട്ട് മസിൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഹാർട്ട് ബീറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന, ബ്ലഡ് പ്രഷറിനെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ നമ്മൾ കറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇതൊക്കെയാണ് ആസ് എ നഴ്സസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, മെയിനായിട്ട് പൾമണറി എഡിമയുടെ കേസിൽ. നമ്മൾ അവരെ മാക്സിമം സിറ്റപ്പ് പൊസിഷനിൽ ഇരുത്താൻ ശ്രമിക്കുക, സെമി ഫോർവേഡ് അല്ലെങ്കിൽ റൈറ്റ് പൊസിഷനിൽ. കാരണം അവർ ഓൾറെഡി ബ്രീത്ത് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പം നമുക്കൊരു മാക്സിമം ലങ് എക്സ്പാൻഷൻ കിട്ടുന്ന രീതിയിൽ പേഷ്യൻറ്റിനെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നഴ്സൽ കാനുള്ള NIV ഇങ്ങനത്തെയൊക്കെ മെഷീൻസ് അവർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരെ അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത് ഇന്ന കാര്യങ്ങളാണ്, അപ്പം ഇതിൻ്റെ പ്രോൺസ് ആൻഡ് ക്രോൺസ് ഇതൊക്കെയാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രോപ്പർ വേയിൽ ഈ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുക.
നമ്മൾ NIV ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പ്രഷർ റിലീവിങ് മെഷേഴ്സ് ഒക്കെ എടുത്തതിന് ശേഷം അവർ അഡാപ്റ്റ് ആകുന്നതനുസരിച്ച് ഒരു റാമ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മളവർക്ക് അവരെ അതിനോട് അഡാപ്റ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഓൾറെഡി അവർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെയുള്ള അവർക്ക് ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതവർ ഒരു പരിധിവരെ പാനിക്കാക്കും. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പേഷ്യൻസ് കാണിക്കുക എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം അനിവാര്യമാണ്. ഇനി പ്രിവെൻഷനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് കറക്റ്റായിട്ട് മെഡിസിൻ കറക്റ്റ് ടൈമിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന പോലെ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പം IV ഫ്ലൂസമൈഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് ഫോമിലോട്ട് മാറ്റും. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ടാബ്ലറ്റ് 8 AM അല്ലെങ്കിൽ ലഞ്ച് ടൈം, ഈ ഒരു 2 ടൈമിലായിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ടൈമിൽ ഇവർക്ക് യൂറിനൊക്കെ, അതായത് വാട്ടർ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെ വാട്ടർ ടാബ്ലറ്റ് എടുക്കുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കൂടുതലുണ്ടാവും. അപ്പം ഇത് നമ്മൾ ലേറ്റ് ആയിട്ട്, അതായത് ലഞ്ച് ടൈമിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ലേറ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്ലീപ്പ് പാറ്റേണിനെ അഫക്റ്റ് ചെയ്യാം. സ്ലീപ്പിങ്ങിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെയും അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കറക്റ്റായിട്ട് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈല്. ഡയറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും ലോ ഇൻ സാൾട്ട് ആൻഡ് ഫാറ്റ് ഡയറ്റാണ് പൾമണറി എഡിമ പേഷ്യൻസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പൾമണറി എഡിമ അല്ലെങ്കിൽ ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയിൽ വരുന്ന കാര്യമാണ്.